പ്രൈസ് ദ ലോർഡ്. ജയോത്സവം മോർണിംഗ് മെസ്സേജിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കു വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചു കേൾക്കാം. സാംസ് 31 31 സങ്കീർത്തനം. ദാവീദിൻ്റെ ജീവിതത്തിലൂടെ അവൻ താൻ കടന്നുപോയ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, പരിശോധനകൾ, ആക്രമണങ്ങൾ, പ്രതികൂലങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ചുറ്റും ഭീതി പലർത്തുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നുപോയ സമയത്ത് താൻ ദൈവത്തിൽ ആശ്രയിച്ച് എഴുതിയ ഒരു സങ്കീർത്തനം. അതിന് തുടക്കം ഇങ്ങനെയാണ്: യഹോവേ, 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 ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എല്ലാവരോടും പറഞ്ഞു: യഹോവേ, യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ശരണം പ്രാപിക്കാൻ കൊള്ളാവുന്ന ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. മനുഷ്യരെല്ലാം വാക്കുമാറുന്നവരാണ്. മനുഷ്യരെല്ലാം സമയത്ത് മാറി നിൽക്കുന്നവരാണ്. എന്നാൽ മാറാത്തൊരു ദൈവം, സങ്കേതം തരുന്ന ദൈവം, കോട്ടയായിരിക്കുന്ന ദൈവം, പരിചയായിരിക്കുന്ന ദൈവം, അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്: യഹോവേ, ഞാൻ നിന്നെ. ഈ ദൈവത്തെ ശരണം പ്രാപിച്ചവരാരും ഒരു കാലത്തും ലജ്ജിച്ചു പോയിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞ ഒരു നാളും ഒരു നാളും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും, ഒരു സെക്കൻഡ് പോലും നീ ലജ്ജിച്ച് തലകുലിക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് നിന്നെ മാനിച്ച് തെളിയിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ, അങ്ങനെ വേദോത്സവം പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയവർ, അവരുടെ മുഖം, their face were radiant എന്നാ. Praise the Lord. ഹല്ലേലൂയ. സാധാരണ മനുഷ്യരൊക്കെ പ്രതിസന്ധി വരുമ്പോൾ, വെല്ലുവിളി വരുമ്പോൾ അവൻ്റെ മുഖം വാടി, നിരാശപ്പെട്ട്, ഭാരപ്പെട്ട്, തളർന്ന്, ബലഹീനമായി പോകുമ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിക്കും, ഒരു വെല്ലുവിളിക്കും, ഒരു കഷ്ടതയ്ക്കും, ഒരു രോഗത്തിനും, ഒരു ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾക്കും, ഒരു അന്ധകാല മണ്ഡലങ്ങൾക്കും അവൻ്റെ മുഖത്തെ ശോഭ കുറയ്ക്കാൻ പറ്റില്ല. അവൻ പ്രതിസന്ധി വരുമ്പോൾ, വെല്ലുവിളി വരുമ്പോൾ അവൻ്റെ മുഖം പ്രകാശിക്കും, അവൻ്റെ മുഖം ശോഭിക്കും. മറ്റുള്ളവർ അവനെ നോക്കും. മറ്റുള്ളവർ അവനെ നോക്കുന്ന എന്തിനാണെന്നറിയാമോ? അവൻ നിരാശപ്പെട്ടിരിക്കുകയാണോ നോക്കാൻ വേണ്ടിയാ. അവൻ്റെ മുഖം മ്ലാനമായി പോയോ എന്നറിയാൻ വേണ്ടിയാ. എന്നൊരു ഭക്തൻ പറയും: എൻ്റെ മുഖം നിരാശപ്പെട്ടു പോകുന്ന മുഖമല്ല, തളർന്നു പോകുന്ന മുഖമല്ല. എൻ്റെ മുഖത്തിൻ്റെ ശോഭ കുറയത്തില്ല. കാരണം എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, ഞാൻ ആശ്രയിക്കുന്ന ദൈവം, ഞാൻ നോക്കുന്ന ദൈവം. ഹല്ലേലൂയ. എന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല, എന്നെ തകർക്കുന്ന ദൈവമല്ല, എന്നെ ഉയർത്തുന്ന ദൈവം, എന്നെ മാനിക്കുന്ന ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഇന്ന് വരെ നിനക്ക് ലഭിക്കാത്ത ചില മാന്യതകൾ നിനക്ക് തന്നതിന്റെ ജയത്തോടെ നടത്താൻ എൻ്റെ ദൈവം ജീസസ്. വിശ്വസിക്ക്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്യം അതിനകത്തുണ്ട്: നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി. ഹലോ, ഏതാ വാക്യത്തിനകത്ത്? നിങ്ങൾ ഈ സങ്കീർത്തനം മുഴുവൻ വായിച്ചല്ലോ. നിങ്ങൾ ഈ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പം ഏതെങ്കിലും ഒരു വാക്യമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉടക്കണം. അതോ ഒരു എൻറ്റയർ സാംസ് വായിച്ചെന്ന് കരുതി ഇങ്ങനെ ഒരു ചടങ്ങായി മാറരുത്. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് ഉടക്കണം.
അങ്ങനെ ഇന്ന് ഈ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉടക്കിയ ഒരു വേദഭാഗമാണ്. അതിൻ്റെ 19-ാമത്തെ വാക്യം, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും. ഒന്ന് വാ തുറന്നു പറ ദൈവമക്കളെ. ആമേൻ. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി. എന്തെല്ലാം അർത്ഥങ്ങൾ അതിനകത്ത് ഒറ്റ വാക്യത്തിൽ. ആമേൻ, ഹല്ലേലൂയ. തൻ്റെ ഭക്തന്മാർ, അവർക്ക് വേണ്ടി സംഗ്രഹിക്കുന്ന ഒരു ദൈവം, തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയും. ആമേൻ. അകത്ത് നിന്നെ, ഇരുട്ടറയ്ക്കകത്ത് നിന്നെ മാനിക്കുമെന്നല്ല, ലോകത്തിന്റെ ജനം കാണുക നിന്നെ മാനിക്കും. ഒരു സന്തോഷവും ഇല്ലല്ലോ, ഒരു സന്തോഷവും ഇല്ലല്ലോ. ആരെയാ മാനിക്കുന്നേ? അതാ വിഷയം. ആരെയാ മാനിക്കുന്നേ? ഇവിടെ എഴുതിയിരിക്കുക തൻ്റെ ഭക്തന്മാർ. ആരെ ഈ ഭക്തന്മാർ? എന്താ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്? ഓ ഹൗ ഗ്രേറ്റ് ഈസ് ദൈ ഗുഡ്നസ് which has laid up for them that fear thee. ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തെയും ഭയമില്ല, മനുഷ്യനെയും ഭയമില്ല, ജീവിക്കുന്നവനല്ല ഭക്തൻ. വെള്ളമുടുപ്പിട്ടാലും ജുബ്ബ ഇട്ടാലും ക്ലീൻ ഷേവ് ചെയ്താലൊന്നും ഭക്തനാവൂല. ആമേൻ. വെള്ളസാരി ഉടുത്തത് കരുതിയൊന്നും ഭക്തയാകൂല. ഭക്തൻ എന്ന് പറയുന്നത് those who fear God. ദൈവത്തെ ഭയമുള്ളവനാണ് ഭക്തൻ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി, നിനക്ക് ദൈവത്തെ ഭയമുണ്ടോ? ഈ ദൈവത്തെ ഭയമുള്ളവനൊരു പ്രത്യേകതയുണ്ട്. വേദപുസ്തകം പറയും ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും വേണം. മനുഷ്യനെ പേടിക്കണ്ട, ലോകത്തിൽ മൂക്കി ശ്വാസമുള്ള ഒരുത്തനെയും പേടിക്കണ്ട. ആമേൻ. അവന് നിനക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആമേൻ. സൻഹേരീബ്, അശൂർ രാജാവായ സൻഹേരീബ് യഹൂദയ്ക്കെതിരെ അവന്റെ സൈന്യവുമായി എഴുന്നേറ്റ് വന്നപ്പോൾ ആമേൻ, യഹൂദ രാജാവായ ഹിസ്കിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? അതറിയാമായിരുന്നെങ്കിൽ പാസ്റ്ററെ വീട്ടിൽ ഇരുന്ന് ബൈബിൾ വായിച്ചാലേ. ആമേൻ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 2 ദിനവൃത്താന്തം 32:7. യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ആമേൻ, അവർ ജനത്തെ അവൻ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞ കാര്യം എന്താ വായിച്ചേ? ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഈ വേദപുസ്തകത്തിൽ തൻ്റെ ഭക്തന്മാരോട് ദൈവം പറഞ്ഞ ഏറ്റവും വലിയ കാര്യത്തിൽ ഒന്നാണ് ഉറപ്പും. ആമേൻ. ദൈവം മോശയോട് പറഞ്ഞു, യോശുവയോട് പറഞ്ഞു, ആമേൻ, ഭക്തന്മാരോട് പറഞ്ഞു ഉറപ്പും. ഉറപ്പിന്റെ കാര്യമല്ല. സ്തോത്രം. നമുക്കൊരു ഉറപ്പ്. എവിടെ ഉറപ്പ്? എൻ്റെ ദൈവത്തിലുള്ള ഉറപ്പ്. എൻ്റെ പണത്തിലുള്ള ഉറപ്പല്ല, എൻ്റെ പദവിയിലുള്ള ഉറപ്പല്ല, എൻ്റെ ചുറ്റുപാടുകളുള്ള ഉറപ്പല്ല. എൻ്റെ ദൈവത്തിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ നീ ആശ്രയിക്കുന്നെങ്കിൽ നിനക്കൊരു പ്രത്യേക ധൈര്യം കിട്ടും. ഹല്ലേലൂയ. ദൈവത്തെ ഭയമില്ലാത്തവൻ, ദൈവത്തോട് ആശ്രയിക്കാത്തവൻ പ്രതിസന്ധികളെ ചഞ്ചലപ്പെട്ടു പോകും, പ്രതിസന്ധികളെ തളർന്നു പോകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ പറഞ്ഞ അവന്റെ ഉള്ളിൽ കിട്ടുന്നൊരു ധൈര്യമുണ്ട്. ഏത് അന്ധകാര ശക്തി തല ഉയർത്തി നിന്നാലും ആമേൻ, വെല്ലുവിളിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഗോലിയാത്ത് ദാവീദിനെ നോക്കി വെല്ലുവിളിച്ചതുപോലെ ചില അന്ധകാര മണ്ഡലങ്ങൾ നിന്നെ നോക്കി വെല്ലുവിളിക്കുമ്പോൾ അവന്റെ മുമ്പിൽ നിന്ന് പറയണം, എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടുള്ളിടത്തോളം കാലം എൻ്റെ കാലിൻ്റെ കീഴെ നിന്നെ കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഗോലിയാത്തെ നീ എത്ര വലിയവനാണെങ്കിലും ചില നിമിഷങ്ങൾക്കകത്ത് എൻ്റെ കാലിൻ്റെ മുമ്പിൽ നിന്നെ കിടത്താൻ every knee shall bow. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന, ഇന്ന് നിന്നെ ഭീതിപ്പെടുത്തുന്ന, ഇന്ന് നിനക്കെതിരെ വാദിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നിന്റെ കാലിന്റെ കീഴെ ചതയുന്ന
റിസീവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുക, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുക. ആമേൻ, ഹല്ലേലൂയ. പറഞ്ഞൊരു കാര്യം, ഉറപ്പും, എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്വോത്രം പറഞ്ഞ്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അടുത്തത്, അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നീ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. അടുത്തത്, നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ ആരാധിച്ചോണം. ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോണം. ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. അവനോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവൻ, അവനോട് കൂടെ ഉള്ളവരേക്കാൾ ആമേൻ. അവനോടുകൂടെ ഉള്ളതിലും വലിയ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ജനം യഹൂദ രാജാവായ യെഹിസ്കിയാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു. അവന്റെ വാക്കിൽ ആശ്രയിച്ചു. അവനൊരു കാര്യം മനസ്സിലായി, അവനോടുകൂടെയുള്ളവന്റെ കയ്യിൽ മാംസഭുജമേ ഉള്ളൂ. എന്നോടുകൂടെ ഉള്ളവൻ അവനോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലായി? സഹോദരി, സഹോദര, പിതാവേ, മാതാവേ, നീ ഒരുപക്ഷെ ചെറിയ ആളായിരിക്കും, നിനക്ക് ശക്തി കുറവായിരിക്കും, നിനക്ക് സൈന്യബലമില്ലായിരിക്കും, നിനക്ക് ആൾബലമില്ലായിരിക്കും, നിനക്ക് ചുറ്റുപാട് പണത്തിന്റെ ബലമില്ലായിരിക്കും, നിനക്ക് ലോകത്തിലൊന്നുമില്ലായിരിക്കും, നിനക്കൊന്നും പുകഴാനില്ലായിരിക്കും. എന്നാൽ വേദപുസ്തകത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിനക്കൊന്നും വേണ്ട, നിനക്കൊന്നുമില്ലെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എഴുന്നേൽക്കുന്ന ഒരു സർവശക്തനുണ്ട്. ഒരു സർവശക്തൻ. ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുക. ആമേൻ. ഈ ദിവസങ്ങളിൽ നീ കൗണ്ട് ഡൗൺ ഡേയ്സ്, നീ എണ്ണി തീർക്കുന്ന ചില ദിവസങ്ങൾക്കകത്ത് നിന്റെ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താം. ആ ഭാഗത്ത് ഞാൻ പോകുന്നില്ല. എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെടണം. ഈ ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ഫിയർ ഓഫ് ദ ലോർഡാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ഇപ്പം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. ദൈവമക്കളെ എന്തോ വേണം? ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ട് കഴിയുമ്പോൾ ആമേൻ, നമുക്ക് ഒത്തിരി പരിമിതികളാണ്, നമുക്കൊത്തിരി ലിമിറ്റേഷൻസാ. ആമേൻ. ഇപ്പം ദൈവത്തെ ഭയപ്പെടാൻ, ദൈവം ഒരു ഫിയർ ഓഫ് ദ ലോർഡ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിക്കോളും. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തന്നെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും. ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെക്കുന്ന ദൈവമാണ്. നാളെ നിങ്ങൾക്ക് എന്തു വേണമെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യുന്ന
ഓരോ ദിവസവും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. നിങ്ങളുടെ നീഡ്സ് വ്യത്യസ്തമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സർവജ്ഞാനിയായ ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം സംഗ്രഹിച്ചു വെക്കുന്ന ദൈവം, കരുതി വെക്കുന്ന ദൈവം. ഹല്ലേലൂയ, ആമേൻ. ഒരു ആട്ടുകൊറ്റനെ മോറിയ മലയുടെ മുകളിൽ കരുതി വെച്ചതുപോലെ, എങ്ങനെ കരുതിയത്? കരുതി വെച്ചതുപോലെ നീ പർവ്വതത്തിന്റെ മുകളിൽ ചവിട്ടി കയറി ചെല്ലുമ്പോൾ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നീ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ, അതിന്റെ നടുവിൽ നിനക്ക് നേരിടുന്ന സകല പ്രശ്നത്തിന്റെയും മറുപടി സംഗ്രഹിച്ചു വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നമ്മളൊക്കെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരുതുന്നവരാണല്ലേ. ആർക്ക് വേണ്ടി കരുതും? ഇല്ലേ? തലമുറകൾക്ക് വേണ്ടി കരുതാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനും നിങ്ങളും ഒക്കെ ഉള്ളതുപോലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആമേൻ, കരുതി വെക്കുന്നവരാണ്. സ്തോത്രം. എന്നാൽ നമ്മൾ കരുതുന്നതിനൊക്കെ ഒരു പരിമിതിയില്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ വരുമാനത്തിൽ നിന്നല്ലേ നിങ്ങൾക്ക് കരുതാൻ പറ്റുള്ളൂ. നിങ്ങൾക്കുള്ളതിൽ നിന്നല്ലേ നിങ്ങൾക്ക് കരുതാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നീ കരുതുന്നത് പരിമിതമായതും ചെറുതുമാണെങ്കിലും നീ ഭാരപ്പെടേണ്ട. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഒരുപക്ഷെ നിന്റെ കണ്ണിന് മുമ്പിൽ ഇന്നത് കാണാൻ കഴിയുന്നില്ല. നിന്റെ ചെറിയ ബുദ്ധിക്കകത്ത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന, സംഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവാത്മാവ് വ്യക്തമായി ഇന്ന് പകൽക്കാലം ചിലരോട് ദൂത് പറയുന്നു. നീ ഭാരപ്പെട്ട് കരയുന്ന ചില വിഷയത്തിന്റെ മേൽ ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്, കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ബേർശേബ മരുഭൂമിയിൽ ഹാഗാറിന് വേണ്ടി, ഇശ്മായേലിന് വേണ്ടി ഉറവ തുറന്നിട്ടിരുന്നത് പോലെ ചില ഉറവകൾ നിന്റെ കണ്ണിൽ പെടുന്നില്ലെങ്കിലും എന്റെ ദൈവം അത് തുറന്നിട്ടിരിക്കുന്നു. ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ അറിയാത്ത ചില ഉറവകൾ, നീ കണ്ടിട്ടില്ലാത്ത ചില ഉറവകൾ, നീ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില ഉറവകൾ നിനക്ക് വേണ്ടി വരുന്ന ദിവസങ്ങളിൽ നിന്റെ കണ്ണിൽ ഉടക്കത്തക്ക രീതിയിൽ സമയം പോയതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു, എത്ര വലിയതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ. ഹല്ലേലൂയ. നിന്നെ തിരുവനന്തപുരത്ത് നിന്ദിച്ചിട്ട് നിന്നെ അമേരിക്കയെ കൊണ്ടുപോയി മാനിക്കുന്ന ദൈവമല്ല. ഹലോ, വിശ്വസിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? നിന്നെ നാലാഞ്ചിറയിൽ നിന്ദിച്ചിട്ട് കോട്ടയത്ത് കൊണ്ടുപോയി ഉയർത്തുന്ന ദൈവമല്ല. എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ പരിഹസിക്കപ്പെട്ടോ, എവിടെ നീ തകർക്കപ്പെട്ടോ, അവിടെ നിന്നെ ഉയർത്താൻ, നിന്നെ മാനിക്കാൻ, നിന്നെ പണിയാൻ, നിന്നെ ഉയർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിൻ്റെ കഴിവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരുത്തിനും നിന്നെ പുൾ ഡൗൺ ചെയ്യാൻ പറ്റില്ല, ഒരുത്തിനും നിന്നെ വലിച്ചിടാൻ പറ്റില്ല. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആര് കാണുക ഉയർത്തും? മനുഷ്യപുത്രന്മാർ കാണുക. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നെ എൻ്റെ ദൈവം മാനിക്കുമെന്ന് ഉറപ്പുള്ളവര്, എന്നെ ഉയർത്തുമെന്ന് ഉറപ്പുള്ളവര്, എന്നെ നടത്തുമെന്ന് ഉറപ്പുള്ളവര്, എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവര്,
എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവര്, എൻ്റെ ഭാവിക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവര് ആ കൈ ഉയർത്തി അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പസമയം ദൈവത്തെ ശബ്ദം ഉയർത്തി ആരാധിക്കാം. അല്പസമയം ദൈവത്തിന് സ്തുതി കൊടുക്കാം, ആരാധന കൊടുക്കാം, മഹത്വം കൊടുക്കാം, പുകഴ്ച കൊടുക്കാം. മഹത്വം യേശുവേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓ കുട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയോ, കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയോ, കൂട്ടിനായാലും കൂടെ എന്താലും ഭയപ്പെടേണ്ടിയോ, കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയോ. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഓ തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പലായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പലായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട,